ഹലോ ഗായ്സ്, അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ സ്പെഷ്യൽ നമുക്ക് ഒരു കപ്പ ബിരിയാണി സെറ്റ് ചെയ്താലോ? അപ്പോൾ നമുക്ക് കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലാവർക്കും അറിയാം, പക്ഷേ എൻ്റെ സ്റ്റൈലിൽ ഞാൻ സെറ്റ് ചെയ്യും. ഞാൻ ബീഫ് ഓൾറെഡി ഉണ്ട്, കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്താലോ? കേമോ? അതിനായിട്ട് നമുക്കൊരു പാനിൽ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. അതിനോട് കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മുടെ കപ്പ വേവിച്ച് വെച്ചിരുന്ന കപ്പ ഇട്ട് നമുക്ക് ചെറിയൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ലോണം കുക്കർ ഔട്ട് ചെയ്തെടുത്ത് നമ്മുടെ ബീഫ് എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കപ്പയുടെ മിക്സിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും ഈ രീതിയാണോ എന്ന് എനിക്കറിയത്തില്ല, ഇത് എൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. ഞാൻ ബീഫിൻ്റെ റെസിപ്പി പിന്നെ ഒരു വ്ളോഗിലിടാം കേട്ടോ. അപ്പോൾ അതിനോട് തന്നെ നമുക്കൊരു മല്ലിയിലയും കൂടെ, മല്ലിച്ചപ്പ് ഇടുന്നത് ഭയങ്കര ഒരു ഫ്ലേവർ ആൻഡ് ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. പിന്നെ ഞാനാണെങ്കിൽ ഒരു കുഞ്ഞു പാത്രത്തിലെടുത്ത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സവോളയൊക്കെ ഇട്ട് വീണ്ടും ഒരു ലെയർ കപ്പയും ബീഫും കൂടെ മിക്സ് എടുത്ത് വെച്ച് അങ്ങനെയാണ് ഞാൻ സെർവ് ചെയ്തത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ജസ്റ്റ് ട്രൈ ഇറ്റ്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും കൊതി വിട്ടുകൊണ്ടിരിക്കാതെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാടാ.